ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, അയോധ്യാകാന്ഡം, ലക്ഷ്മണോപദേശം തുടരുന്നു. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പതാത്മാവുകേൾ. ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം സർവൈകകാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമായി ആചരിച്ചിടുകന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ട് മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളകനീ. മാനമല്ലോ പരമാപാദം ആസ്പദം. സൗമിത്രി തന്നോടിവണ്ണം അരുൾ ചെയ്ത് സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകലാം. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്. ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുകെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ. കേവലം ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോട് അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്നിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടണം. അമ്മയും ഭർതൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം. മാതാവ് മോദാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മനസ്സേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസീംനി ചേർത്ത് ആദരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്ത് ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനാൾ.
സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരിമുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയാകാരിണി ചണ്ഡികേ എന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഇത്തം അർത്ഥിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ 7 സംവത്സരം കാനനെ വസിച്ച് ആദരാൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുടപ്പാടു കേട്ടു തീർന്നൂതുലോം. ത്വൽപാദസേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടവൾവനെന്നുമേ. മോദാലതിനായി അനുവദിച്ചിടണം സീതാപതി രാമചന്ദ്ര ദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവിനല്ലായിൽ ഏണാംഗതുല്യവദന രഘുപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു വൈദേഹിതന്നോട് യാത്ര ചൊല്ലിടുവാൻ. മോദേന സീതാഗൃഹം ബുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷമുൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്ത് സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതെന്ത് കൃപാനിധേ. വാരണവീരനെങ്ങോ മമ വല്ലഭാം ഗൗരാധപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതീരോ മാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ട് പൃഥ്വീപതി സുതൻ താനും അരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മനസ്സേ ഖേദമിളച്ചു വാണിയിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്ക നീ വല്ലഭേ. ഭർതൃവാക്യം കേട്ട് ജാനകിയും രാമഭദ്രനോടിദ്ധമാഹന്ത ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിന് ഇന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോട് ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോട് വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്വീകുലമൗലി മാലികേ കേൾക്ക നീ. മന്നവൻ കേകയപുത്രിയാം അമ്മയ്ക്ക് മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കയെന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തേ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതൻ. അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ.
നീയതിനേതും മുടക്കം പറകൊല അയ്യൽ കളഞ്ഞു മാതാവുമായി വഴുക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു രാകാശശീമുഖിതാനും അരുൾ ചെയ്തു, മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിടിനാൻ. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശ ഭാഗമാണ് നമ്മൾ നിർത്തിയത്. അതായത് തൻ്റെ ജ്യേഷ്ഠനായ രാമൻ്റെ അഭിഷേകം മുടങ്ങിയതിൽ അനുജനായ ലക്ഷ്മണൻ അതീവ ക്രോധിതനാകുന്നു. അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ പ്രാണനായ അനുജൻ്റെ ക്രോധം തീർക്കുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണനോട് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രോധം ഉപേക്ഷിക്കണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. മനുഷ്യർക്ക് ലൗകിക ബന്ധമുണ്ടാക്കുന്നത് കോപമാണെന്ന് പറയുന്നുണ്ട്. അറിവുള്ളവർ ക്രോധത്തെ ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. ക്രോധം തന്നെയാണ് കാലനെന്നും അതുപോലെ തന്നെ വൈതരണി നദിയാണ് ക്രോധമെന്നും അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രോധത്തെ അറിവുള്ളവർ ഉപേക്ഷിക്കണമെന്നും ശാന്തിയോടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് എല്ലാവർക്കും ജീവിതത്തിൽ ദുഃഖനിവാരണത്തിനുള്ള കാര്യമെന്നും ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. തുടർന്ന് നോക്കൂ, ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആ ഹന്ത മേലെ വസിപ്പതാ ആത്മാവുകേൾ. അപ്പോൾ ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ബുദ്ധി തുടങ്ങിയവയ്ക്കെല്ലാം മുകളിൽ നിൽക്കുന്നത് ആത്മാവാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അനുജനോട്. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി, തത്വാർത്ഥമായി, നിരാകാരമായി, നിത്യമായി, നിർവികൽപ്പം, പരം, നിർവികാരം, ഘനം, സർവൈക കാരണം, സർവജഗന്മയം, സർവൈക സാക്ഷിണം, സർവജ്ഞമീശ്വരം, സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ. അവിടെയാണ് അർത്ഥം പൂർത്തിയാകുന്നത്. ശ്രീരാമൻ പറയുന്നു, ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി. അതായത് ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, ബുദ്ധി മുതലായവയ്ക്കെല്ലാം മുകളിൽ നിൽക്കുന്നത് ആത്മാവാണെന്ന് പറയുന്നുണ്ട്. ആ ആത്മാവ് ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമാണ്. ശുദ്ധവും സ്വയം പ്രകാശിക്കുന്നതും ആനന്ദം നിറഞ്ഞതുമാണ് ആ ഒരാത്മാവ്. അത് തത്വാർത്ഥമായി, നിരാകാരമായി, നിത്യമായി, നിർവികൽപ്പം, പരം, നിർവികാരം, ഘനം. അപ്പോൾ സ്വയം പ്രകാശിക്കുന്നവനും ആനന്ദപൂർണനും അതുപോലെ തന്നെ തത്വങ്ങളുടെ, അതായത് പരമാത്മ സ്വരൂപത്തെ, അതായത് ആ തത്വത്തെ വിവരിക്കുന്ന ഉപനിഷത്തിലെ ആശയങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ ഭഗവാൻ ആ ഒരു തത്വങ്ങളുടെ പൊരുളായിട്ടുള്ളയാളാണ്. ഭഗവാൻ നിർവികൽപ്പനാണ്, നിർവികാരനാണ്, സർവൈക കാരണനും സർവജഗന്മയനുമാണ് ഭഗവാൻ. അപ്പോൾ നിർവികാരനും നിരാകാരനും നിത്യനും ഇന്ദ്രിയാതീതമായ ജ്ഞാനസ്വരൂപനും പരമാത്മാവും നിർവികാരനും ശ്രേഷ്ഠനും സകലതിനും കാരണക്കാരനും സകല ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്നതുമായ ആ ഒരു ഭഗവാൻ സർവത്തിനും സാക്ഷിയാണ്, സർവജ്ഞനാണ്.
ആ ഈശ്വരനെയാണ് നീ എപ്പോഴും മനസ്സിൽ വിചാരിച്ചു കൊള്ളേണ്ടതെന്ന് പറയുന്നു. സർവജ്ഞം ഈശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ ഈശ്വരനെയാണ് നീ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത്. ഇത് ലക്ഷ്മണനോട് പറയുന്ന കാര്യമല്ല, നമ്മോട് കൂടിയാണ് പറയുന്നത്. ഭൗതിക ജീവിതത്തിലെ സുഖദുഃഖ സമ്മിശ്രമായ ഈ ജീവിതം അനുഭവിച്ച് മടുത്ത് ക്രോധാവശരാകുന്ന മനുഷ്യർക്കുള്ള ഉപദേശവും കൂടിയാണിത്. ഭഗവാനെയാണ് മനസ്സിൽ വിചാരിക്കേണ്ടത് എന്ന് പറയുകയാണ്. സാരജ്ഞനായ നീ കേൾ, സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. പിന്നീട് അദ്ദേഹം പറയുകയാണ്, നീ അറിവുള്ളവനാണല്ലോ, അതുകൊണ്ട് അറിവുള്ള നീ ഇത് കേട്ടുകൊള്ളണം. എന്താണ് കേൾക്കേണ്ടത്? ഈ പ്രാരബ്ധങ്ങളെല്ലാം അനുഭവിച്ചിടണം. മനുഷ്യൻ അവൻ്റെ ഈ പ്രാരബ്ധം എന്ന് പറയുമ്പോൾ മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങളാണ്. പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ നിർമായാം ആചരിച്ചിടുകന്നേ വരും. അപ്പോൾ സുഖവും ദുഃഖവും നൽകുന്ന ഈ ഒരു പ്രാരബ്ധ കർമ്മങ്ങളെല്ലാം മനുഷ്യർ അനുഭവിക്കേണ്ടതാണ്. ആ അനുഭവം തന്നെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ആ കർത്തവ്യമെല്ലാം ശരിയായിട്ട് അനുഭവിക്കേണ്ടതാണ്. കർമ്മേന്ദ്രിയങ്ങൾ, കയ്യ്, കാല്, നാക്ക്, ജനനേന്ദ്രിയങ്ങൾ, ഇതൊക്കെ തന്നെ, അതൊക്കെ കൊണ്ട് തന്നെ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അവൻ്റെ കർമ്മങ്ങളെല്ലാം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കണം. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. അതാണ് പറയുന്നത്. അപ്പോൾ നാം എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ ചെയ്യണം. ഒന്നിനോട് സംഘം കൂടാതെ, ഒന്നിനോട് മിഴുകിച്ചേരാതെ, ഒരു പ്രവൃത്തിയിലും ആസക്തിയില്ലാതെ, ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ എനിക്കത് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യരുത്. കർമ്മഫലങ്ങളെ ആഗ്രഹിക്കാതെ നിഷ്കാമ കർമ്മം നമ്മൾ ചെയ്യണം. വിധിപ്രകാരം ചെയ്യണം. എങ്ങനെ ചെയ്യണം? പരമാത്മാവിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട്, പരബ്രഹ്മത്തിൽ, പരമാത്മാവിൽ, ആ ഭഗവാനിൽ സർവവും സമർപ്പിച്ച് കൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ, അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നിർമ്മലമായ ആത്മാവിനോട് നമുക്കൊരു ബന്ധവും ഉണ്ടാവില്ല. പരിശുദ്ധമായ ആത്മാവാണ് നമുക്കുള്ളത്. ആ ആത്മാവിനോട് ഈ കർമ്മങ്ങളിലൊന്നും നമുക്ക് ബന്ധമുണ്ടാവില്ല. കർമ്മങ്ങളിലൊന്നിലും നിർമ്മലമായ ആ ആത്മാവിനോട് നമുക്ക് ബന്ധമുണ്ടാവില്ല. നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു, അത് പരബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ ജ്ഞാനസ്വരൂപത്തെ വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ മാനമല്ലോ പരമാപദാമാസ്പദം എന്ന് വെച്ചാൽ ഭഗവാൻ പറയുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കിക്കൊണ്ട് ജ്ഞാനസ്വരൂപത്തെ, ആ ഭഗവാനെ എല്ലായ്പ്പോഴും, ആ ജ്ഞാനസ്വരൂപനായ ഭഗവാനെ എല്ലായ്പ്പോഴും സന്തതം ചിന്തിച്ചുകൊണ്ട് മാനം, അതായത് കോപം, ദുരഭിമാനം ഒക്കെ ഉപേക്ഷിച്ചിട്ട് നീ എന്തു പറയണം? മായാവിമോഹങ്ങൾ, മായ നിമിത്തമുണ്ടായ ഈ അജ്ഞാനമൊക്കെ മാറ്റിയിട്ട് പരം ആപദാം ആസ്പദം എന്നുവെച്ചാൽ ആ വലിയ ആപത്തുകൾക്കെല്ലാം അടിസ്ഥാനം നമ്മളാണ്. അതായത് ദേഹാഭിമാനമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ പരമാനന്ദത്തോടുകൂടി മായ നിമിത്തമുണ്ടായ എല്ലാ തരത്തിലുള്ള മോഹങ്ങളും മനസ്സിൽ നിന്ന് അകറ്റിക്കൊണ്ട്
പരമാത്മാവിലേക്ക് അടുക്കാനുള്ള ആ ഒരു ജ്ഞാനസ്വരൂപത്തെ വിചാരിച്ചുകൊണ്ട് ആനന്ദം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നീ വസിക്കണമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഞാൻ ദേഹമാണ് എന്നൊക്കെയുള്ള വിചാരമുണ്ടല്ലോ, അതെല്ലാം സകല ആപത്തിനുള്ള കാരണം അതാണ്. അതൊക്കെ മാറ്റുക എന്ന് പറയുകയാണ്. സൗമിത്രി തന്നോടിവണ്ണം അരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ. അപ്പോൾ തൻ്റെ അനുജനായ ലക്ഷ്മണനോട് ഈ കർമ്മകാണ്ഡത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? പരമാനന്ദത്തോടുകൂടി മായനിമിത്തമുണ്ടായ എല്ലാ മോഹങ്ങളിൽ നിന്നും വിടുതൽ പെട്ടുകൊണ്ട്, ആ മോഹങ്ങളിൽ നിന്നെല്ലാം മനസ്സ് മാറ്റപ്പെട്ടുകൊണ്ട് നാം വസിക്കണമെന്ന് പറയുകയാണ്. ആനന്ദം ഉൾക്കൊണ്ട് മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മാനമല്ലോ പരം ആപദാമാസ്പദം. മാനമാണ്, മാനം എന്ന് പറഞ്ഞാൽ കോപം, ദുരഭിമാനം എന്നൊക്കെയാണ് അർത്ഥം. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ആപത്തുകൾക്കെല്ലാം അടിസ്ഥാനം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ വസിക്കുക. അപ്പോഴാണ് നിന്റെ മനസ്സ് ശുദ്ധമാകുന്നത്. മാനസത്തിങ്കൽ നിന്ന് അതൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് നീ വളരെ ശുദ്ധനാകുന്നതും അപ്പോഴാണ് എന്ന് സൗമിത്രിയോട് പറയുകയാണ്. സൗമിത്രി തന്നോട് ഈ വണ്ണം അരുൾ ചെയ്ത് സൗമുഖ്യത്തോട് മാതാവോട് ചൊല്ലിനാൻ. സൗമിത്രിയോട്, തൻ്റെ അനുജനായ ലക്ഷ്മണനോട് പ്രകാരം പറഞ്ഞതിന് ശേഷം തൻ്റെ അമ്മയായ കൗസല്യാദേവിയോട് പ്രകാരം പറയുകയാണ്. കേൾക്കണം അമ്മേ, തെളിഞ്ഞു നീ എന്നുടെ വാക്കുകൾ ഏതും വിഷാദമുണ്ടാകല. അമ്മേ, ഞാൻ പറയുന്ന വാക്കുകൾ അമ്മ തെളിഞ്ഞ മനസ്സോട് തന്നെ കേൾക്കണേ. യാതൊരു ദുഃഖത്തിനും ഇടവരുത്താതെ അമ്മ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണേ. ആത്മാവിനേതുമേ പീഠയുണ്ടാക്കരുത്, ആത്മാവിനെ അറിയാതവരെ പോലെ. അമ്മയോട് പറയുകയാണ്, അല്ലയോ അമ്മേ, ഞാൻ പറയുന്ന വാക്കുകൾ അമ്മ സന്തോഷത്തോടെ കേൾക്കണം. അത് കേട്ട് വിഷാദിക്കരുത്. ആത്മാവിനെക്കുറിച്ച് അറിയാത്തവർ ചെയ്യുന്നത് പോലെ അമ്മ ആത്മാവിനെ പീഡിപ്പിക്കരുതേ എന്ന് പറയുകയാണ്. തുടർന്ന് സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുകയെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി. തത്വങ്ങൾ പറയുകയാണ് അമ്മയോട്. ഭഗവാൻ പറയുകയാണ്, ആത്മാവിനെ അറിയാത്തവർ എന്നതുപോലെ അമ്മ ആത്മാവിനെ പീഡിപ്പിക്കരുതേ. എല്ലാ ലോകങ്ങളിലും വസിക്കുന്ന ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് വസിക്കുക എന്നുള്ളത്, താമസിക്കുക എന്നുള്ളത്, ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണല്ലോ. എല്ലാ കാര്യങ്ങളും അറിയാവുന്നവളല്ലേ അമ്മ എന്ന് പറയുകയാണ്. തുടർന്ന് രാമൻ പറയുന്നു, ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ട്. ഞാൻ വേഗം തന്നെ വരും വനത്തിൽ നിന്ന്. 14 സംവത്സരം ഇതാ ഇപ്പോൾ കഴിയുന്നത് പോലെ അങ്ങ് പോകും. 14 വർഷം കാട്ടിൽ താമസിച്ചിട്ട് വളരെ വേഗം തന്നെ ഞാൻ തിരിച്ച് വരുന്നതാണ്. അതുകൊണ്ട് ദുഃഖമെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോട് അനുഗ്രഹിച്ചിടണം. അമ്മ ദുഃഖമെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുകയാണ്. തുടർന്ന് അച്ഛനെന്തുള്ളിലൊന്ന് ഇച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങ് ഉറച്ചിടണം അമ്മയും പറയുകയാണ്. അച്ഛൻ്റെ ആഗ്രഹം എന്താണോ അത് തന്നെയാണ് അമ്മയുടെ ആഗ്രഹവും എന്ന് വിചാരിക്കണം. തുടർന്ന് പറയുന്നു, ഭർതൃകർമാനുകരണമത്രേ പാതിവൃത്യാനിഷ്ഠ വധൂനാം എന്ന് നിർണയം. കുലവധുക്കളുടെ സ്ത്രീകളുടെ ധർമ്മം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ പ്രവൃത്തികൾ അനുകരിക്കലാണ്. അതാണ് സ്ത്രീകളുടെ പാതിവൃത്യനിഷ്ഠ എന്ന്, പതിവ്രതാധർമ്മം അതാണെന്ന് പറയുകയാണ്. മാതാവ് മോതാൽ അനുവദിച്ചിടുകിലേതുമേ ദുഃഖം എനിക്കില്ല കേവലം. അമ്മ എന്നെ സന്തോഷത്തോടുകൂടി പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വനവാസം നിമിത്തം യാതൊരു വിധത്തിലുള്ള ദുഃഖവും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു പണിയിടുകിൽ. അമ്മ ദുഃഖമില്ലാതെ ഇവിടെ കഴിയുകയാണെങ്കിൽ വനവാസം എനിക്ക് സുഖകരമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും മാതൃപാദാന്തികി. ഇപ്രകാരം പറഞ്ഞതിന് ശേഷം അമ്മയുടെ പാദങ്ങളിൽ രാമൻ വീണ്ടും നമസ്കരിച്ചു. തുടർന്ന്
ആ അമ്മ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗ സേംനി ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്ത് ചൊല്ലിനാൾ. ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നീടിനാൾ. അമ്മ വാത്സല്യത്തോടുകൂടി തൻ്റെ പൊന്നുമകനെ പിടിച്ച് ഉത്സംഗസീമിന് ചേർത്തു. എന്ന് വെച്ചാൽ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് ആ ശിരസിൽ കണ്ണീർ കൊണ്ട് അഭിഷേകം, മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത്. വെച്ചാൽ കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്തു തൻ്റെ പുത്രൻ്റെ ശിരസിൽ, തൻ്റെ കണ്ണുനീര് കൊണ്ട് അതിനുശേഷം ആശീർവദിച്ചു. ശേഷം ദേവകളോട് ഇപ്രകാരം പറയുകയാണ്. ഈ ഒന്ന് എല്ലാ അമ്മമാരും തൻ്റെ മക്കളുടെ ആ ഒരു ശ്രേയസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതാണിങ്ങനെ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമ ഹരേ. അമ്മ പറയുകയാണ്, സൃഷ്ടികർത്താവും വിരിഞ്ചനും പത്മാസനനുമായ ആ ബ്രഹ്മാവേ, ദയാനിധിയും പുഷ്ടദയാബ്ദേ പുരുഷോത്തമ ഹരേ, അല്ലയോ പുരുഷോത്തമനായ ദയാനിധിയായ അല്ലയോ ഹരേ വിഷ്ണു, മൃത്യുഞ്ജയ മഹാദേവ, മൃത്യുഞ്ജയനും ഗൗരീപതിയുമായ അല്ലയോ മഹാദേവ, വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ, വൃത്രൻ എന്ന അസുരനെ ഹനിച്ചതുകൊണ്ടാണ് ദേവേന്ദ്രന് വൃത്രാരി എന്ന് പേര് വന്നിരിക്കുന്നത്. അല്ലയോ ദേവേന്ദ്രൻ മുമ്പായ ദിക്പാലകന്മാരെ, ദുർഗാഭഗവതി അല്ലയോ ലോകൈക മാതാവായ ഭഗവതി, ദുഃഖവിനാശിനി എല്ലാ ദുഃഖങ്ങളും കളയുന്ന അല്ലയോ അമ്മേ, സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ, ഈ ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടിസ്ഥിതി ലയത്തിന് കാരണമായ അല്ലയോ ഭഗവതി ചണ്ഡികാദേവി, എല്ലാവരോടും പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ മകനെ കാത്തുകൊള്ളണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. എല്ലാ അമ്മമാരും ഈ ഒരു പ്രാർത്ഥന തൻ്റെ പുത്രന്മാരെവിടെ പോകുമ്പോഴും ചെയ്യേണ്ടതാണ്. ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുകയാണ്, പുരുഷോത്തമനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു, മൃത്യുഞ്ജയനായ മഹേശ്വരനെ പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ദിക്പാലകന്മാരെ പ്രാർത്ഥിക്കുന്നു, ഭഗവതിയെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുന്നതാണ്, യന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതികെട്ടിറങ്ങുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ ഞങ്ങൾ. എൻ്റെ പുത്രൻ നടക്കുമ്പോഴും അവൻ വിശ്രമിക്കുമ്പോഴും ഗാഠനിദ്രയിലാകുമ്പോഴും നിങ്ങൾ സന്തോഷപൂർവ്വം എൻ്റെ മകനെ രക്ഷിച്ചു കൊള്ളേണേ എന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ അമ്മ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. 7 സംവത്സരം യുദ്ധമർത്ഥിച്ച് തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പ ഗാഠഗാഠം പുണർന്നുടൻ 7 സംവത്സരം കാനനെ വസിച്ചാത് ആരാൽ വരികെന്ന് അനുവദിച്ചിടിനാൾ. അപ്പം അങ്ങനെ കണ്ണീരോടുകൂടി തൻ്റെ പുത്രന് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാവരോടും, ത്രിമൂർത്തികളോടും അതുപോലെ തന്നെ ലോക ദിക്പാലകന്മാരോടും മഹേശ്വരിയോടും ഒക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം തൻ്റെ പുത്രനെ ഗാഠഗാഠം പുണർന്നുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് 14 വർഷം കാട്ടിൽ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് മടങ്ങി വരൂ പുത്ര എന്ന് അനുവാദം നൽകുകയാണ് ചെയ്യുന്നത്. തുടർന്ന് തൽക്ഷണേ രാഘവം ജ്ഞത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം. പെട്ടെന്ന് തന്നെ ലക്ഷ്മണൻ രാമനെ നമസ്കരിച്ചിട്ട് വളരെ ഗൽഗതത്തോടുകൂടി ഇപ്രകാരം പറയുകയാണ്. ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം പറഞ്ഞു എന്ന് പറയുമ്പോൾ, അനാകുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖമില്ലാതെ സന്തോഷത്തോടുകൂടി, എന്നാൽ രാമനോടുള്ള ഒരു അഭ്യർത്ഥന പോലെയാണ്. എന്നുള്ളിൽ ഉണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാട് കേട്ടു തീർന്നു തുലോം. ക്രോധാവേശനായിരിക്കുന്ന ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയാണ് രാമൻ ചെയ്തത്. അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഭാഗത്ത്. കഴിഞ്ഞ പാഠഭാഗത്ത് ലക്ഷ്മണൻ്റെ കോപം ശമിപ്പിക്കാനുള്ള കാര്യങ്ങൾ തത്വാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ തീർന്നിരിക്കുന്നു, തുലോം തീർന്നിരിക്കുന്നു, ഒക്കെ മുഴുവനും മാറിയിരിക്കുന്നു. ത്വൽപാദ സേവാർത്ഥമായി നടിയന് ഇപ്പോൾ വഴിയേ വിടകൊള്ളുവാൻ എന്നുമേ. അങ്ങയുടെ പാദസേവയ്ക്കായിട്ട് അടിയൻ കൂടെ വരുന്നതിനെ വളരെ സന്തോഷപൂർവ്വം എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുകയാണ്, അനുവദിക്കണം എന്നുകൂടെ പറയുകയാണ്. ത്വൽപാദസേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളുവാൻ
എന്നുമേ എന്നും അങ്ങയുടെ പാദസേവ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അനുവദിക്കണേ എന്നുള്ള പ്രാർത്ഥന. ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ് ലക്ഷ്മണനുള്ളത്. നേരത്തെ ക്രോധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മോദാൽ അതിനായി അനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്ര ദയാനിധേ. സീതാപതിയും ദയാനിധിയും രഘുനാഥനും ചന്ദ്രന് തുല്യം എന്നൊക്കെ പറയുകയാണ്. പിന്നെ ഏണാംഗതുല്യവദന രഘുപതേ ചന്ദ്രവദന, ചന്ദ്രനെ പോലെ മനോഹരമായ വദനത്തോട് മുഖത്തോടു കൂടിയവനായ അല്ലയോ രഘുപതേ, എന്നെയും അങ്ങയുടെ കൂടെ കൊണ്ടുപോകണേ രാമചന്ദ്ര. എങ്കിൽ പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലെങ്കിൽ ഞാൻ പ്രാണങ്ങളെ കളഞ്ഞിടും, എൻ്റെ പ്രാണനെ ഞാൻ ത്യജിച്ചിടും എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് പറയുന്നത്. എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. അപ്പോൾ അത് കേട്ടപ്പോൾ എങ്കിൽ നീ എൻ്റെ കൂടെ പോരുക എന്ന ശ്രീരാമൻ ലക്ഷ്മണന് അനുവാദം നൽകി. അതിനുശേഷം വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം ബുക്കരുളിയിടിനാൻ. ഇനി വൈദേഹിയോട് സീതയോട് യാത്ര പറയണമല്ലോ. അതുകൊണ്ട് സീതയോട് യാത്ര പറയാനായിട്ട് പോവുകയാണ്. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനം ചെയ്തു. അപ്പോൾ സീത തൻ്റെ ഭർത്താവ് വരുന്നത് കണ്ടിട്ട് വേഗം തന്നെ പുഞ്ചിരിയോടുകൂടി എഴുന്നേറ്റ് നിന്ന് സൽക്കരിക്കാൻ തുടങ്ങുകയാണ്. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാത്രക്കാൽ കഴുകിച്ചു സാദരം. പുഞ്ചിരിയോടുകൂടി എഴുന്നേറ്റ് സ്വർണ്ണപാത്രത്തിലുള്ള വെള്ളം കൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങൾ കഴുകിയിട്ട് മന്ദാക്ഷം ഉൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ലജ്ജയോടുകൂടി ഇപ്രകാരം പറയുകയാണ്. ആരും അകമ്പടി കൂടാതെ ശ്രീപാദ ചാരേണ വന്നതും എന്ത് കൃപാനിധേ. ലജ്ജയോടുകൂടി തൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ആരുടെയും അകമ്പടിയില്ലാതെ അങ്ങ് ശ്രീപാദചാരേണ കാൽനടയായിട്ട് അങ്ങയുടെ ഈ മനോഹരമായ പവിത്രമായ കാലടികൾ വെച്ചുകൊണ്ട്, അതായത് കാൽനടയായിട്ട് ഇങ്ങ് എഴുന്നള്ളിയത് എന്താണെന്ന് ചോദിക്കുകയാണ്. വാരണ വീരനിങ്ങു മമ വല്ലഭ, അങ്ങ് എവിടെയാണ്? ഇപ്പോൾ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കൊമ്പനാനെ എവിടെ? അനപ്പുറത്തല്ലേ രാജാക്കന്മാർ എഴുന്നള്ളുക. അപ്പോൾ ഭഗവാൻ എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. കൊമ്പനാനെ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഗൗരാതപത്രവും താളവൃന്ദാദിയും ചാമരദ്വന്ദ്വും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും വിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. അപ്പോൾ സീത ചോദിക്കുകയാണ്, എവിടെയാണോ കൊമ്പനാന? വെൺകൊറ്റക്കുട എവിടെ? താളവൃന്ദം എവിടെ? വെഞ്ചാമരവും വാദ്യഘോഷങ്ങളും ഒക്കെ എവിടെ? സ്വർണ്ണാഭരണാദി അലങ്കാരങ്ങളൊന്നും കാണാനില്ലല്ലോ. അതുപോലെ തന്നെ സാമന്ത രാജാക്കന്മാരൊക്കെ എവിടെ? ഇവരൊന്നും ഇല്ലാതോടുകൂടി അങ്ങിങ്ങനെ ഇതോടുകൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നത് എന്തുകൊണ്ടാണ്? രോമാഞ്ചത്തോടെ ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. ഭഗവാന് രാജ്യാഭിഷേകം നടന്നില്ലെങ്കിലും എപ്പോഴും ഭഗവാൻ ആ ഒരു സുസ്മേരവദനായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഭഗവാൻ ഇവിടെ വന്നത് ഇങ്ങനെ എഴുന്നള്ളിയത് എന്താണെന്ന് ചോദിച്ചു. ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നത് എന്താണെന്നാണ് സീതയുടെ സംശയം. ഇത്തം വിദേഹാത്മജാ വചനം കേട്ട് പൃഥ്വീപതിസുതൻ താനും അരുൾ ചെയ്തു. അപ്പോൾ സീതയുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടിട്ട് പൃഥ്വീപതിസുതൻ എന്ന് വെച്ചാൽ രാജാവിൻ്റെ, ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ ഇപ്രകാരം പറയുകയാണ്. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. അറിയണം, എനിക്ക് തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. എനിക്ക് പുണ്യം നേടാനായിട്ട് അച്ഛൻ എനിക്ക് ദണ്ഡകവനമാണ് ആ രാജ്യം നൽകിയത്. എന്നുവെച്ചാൽ അരണ്യ രാജ്യമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഞാനത് പാലിപ്പതിനാശു പോകുന്നു, ഞാനത് ഭരിക്കാനാണ് പോകുന്നത്. അതായത് ഞാൻ വനവാസത്തിന് പോവുകയാണ്, വനരാജ്യം ഭരിക്കാനാണ് ഞാൻ പോകുന്നതെന്നാണ് ശ്രീരാമചന്ദ്ര പ്രഭു പറയുന്നത്. മാനസേ ഖേദമിളച്ച് വാണിയിടുക. അതുകൊണ്ട് ഞാൻ കാനനത്തിലേക്ക് പോവുകയാണ്, കാനന രാജ്യം ഭരിക്കാൻ പോവുകയാണ്. മനസ്സിൽ ഖേദം ഒന്നുമില്ലാതെ ദുഃഖമൊന്നുമില്ലാതെ നീ ഇവിടെ വാണിയിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്ക നീ വല്ലഭേ. മാതാവായ കൗസല്യയെ ശുശ്രൂഷിച്ചുകൊണ്ട് വളരെ സുഖത്തോടുകൂടി നീ ഇവിടെ വസിക്കുക. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തം ആഹന്ത ചൊല്ലിയിടിനാൾ. ഭർത്താവിൻ്റെ വാക്യം കേട്ടിട്ട് ജാനകി, ജനകപുത്രിയായ സീത രാമഭദ്രനോട് ഇപ്രകാരം പറയുകയാണ്. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും, എന്നിരിക്കെ
വനരാജ്യം തരുവതിനിന്ന് തോന്നിയിടുവാൻ എന്തൊരു കാരണം? സീത ചോദിക്കുകയാണ്, രാത്രിയിൽ പോലും അങ്ങയെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത വിധം അച്ഛൻ അങ്ങയോട് സ്നേഹമുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കെ വനരാജ്യം തരാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. മന്നവൻ താൻ അല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. അതിന് രാജാവ് തന്നെയാണല്ലോ യുവരാജ്യം അങ്ങേക്ക് അഭിഷേകം, യുവരാജാവായിട്ട് അങ്ങയെ അഭിഷേകം നടത്താനായിട്ട് സന്തോഷത്തോടുകൂടി ഇന്നലെ പറഞ്ഞതാണല്ലോ, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തതാണല്ലോ. ഇന്നെന്താണ് പറ്റിയത് എന്ന് ചോദിക്കണം. സത്യമോ ചൊല്ലു ഭർത്താവേ വിരകോട് വൃത്താന്തം എത്രയും ചിത്രമോർത്താലിതം. അപ്പോൾ ഇത് കേൾക്കുകയാണെങ്കിൽ അത്ഭുതം തോന്നിപ്പോകുന്നുണ്ട്, വിചിത്രമായിരിക്കുന്നു. എന്താണ് സത്യമെന്ന് അല്ലയോ ശ്രീരാമചന്ദ്ര പറയൂ എന്ന് പറയുകയാണ്. എന്നത് കേട്ടരുൾ ചെയ്തിതു രഘുവരൻ. സീതയുടെ ഈ ചോദ്യം കേട്ടിട്ട് രഘുവരൻ ഇപ്രകാരം പറയുകയാണ്. തന്വീ കുല മൗലി മാലികേ കേൾക്ക നീ മന്നവൻ കേകയപുത്രിയാം അമ്മയ്ക്ക് മുന്നമേ 2 വരം കൊടുത്തിടിനാൾ. അപ്പോൾ എന്താണ് പറയുന്നത്? തന്വീ കുല മൗലി മാലികേ എന്ന് പറഞ്ഞ സ്ത്രീരത്നമേ കേൾക്കൂ. ദേവലോകത്ത് വെച്ച് നടന്ന എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു വരം കൊടുത്ത കാര്യം പറയുകയാണ്. ദേവലോകത്ത് വെച്ച് ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിച്ചതുകൊണ്ട് ആ കേകയ പുത്രിയായ അമ്മയ്ക്ക്, കൈകേയി അമ്മയ്ക്ക് അച്ഛൻ 2 വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ അന്യൂന വിക്രമം കൈക്കൊണ്ടു പോയ നാൾ, അന്ന് ആ ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിക്കാനായിട്ട് വലിയ പരാക്രമിയായിരുന്ന അച്ഛൻ പോയിട്ടുണ്ടായിരുന്ന കാര്യം പറയുകയാണ്. ആ അവസരത്തിൽ അമ്മയ്ക്ക്, കൈകേയി അമ്മയ്ക്ക് 2 വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 വരത്തിൽ ഒന്ന് ഭരതനെ വാഴിക്കുക എന്നതും എന്നെ വനത്തിനയക്കുന്നതും മറ്റതും. ആ വരം ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അവയിൽ ഒന്ന് ഭരതനെ രാജാവായി വാഴിക്കണമെന്ന്, രണ്ടാമത്തത് എന്നെ വനത്തിൽ അയക്കണമെന്നുള്ളതുമാണ്. സത്യവിരോധം വരുമെന്ന് തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തിതു താതൻ, അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നു. അപ്പോൾ ഞാൻ പോകാനുള്ള കാരണം പറയുകയാണ്. അപ്പോൾ സത്യലംഘനം ഉണ്ടാകണം, സത്യവിരോധം വരുമെന്ന്, സത്യലംഘനം ഉണ്ടാകുമെന്ന് ഭയന്ന് അച്ഛൻ അമ്മ ചോദിച്ച 2 വരങ്ങളും നൽകി. അതിനാൽ ഇന്ന് ഞാൻ വനത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. ദണ്ഡകാരണ്യെ 14 വത്സരം ദണ്ഡമിഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. അതുകൊണ്ട് ഞാൻ 14 വർഷം ദണ്ഡക വനത്തിലേക്ക് പോവുകയാണ്. അവിടെ വസിച്ചിട്ട് പ്രയാസമില്ലാതെ ഞാൻ തീർച്ചയായിട്ടും മടങ്ങിയെത്തുന്നതാണ്. ശ്രീരാമചന്ദ്രൻ സീതയോട് പറയുവാണ്, 14 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അതുവരെ ഇപ്പോൾ ഞാൻ പോകുന്നതിന് നീ മുടക്കമൊന്നും പറയരുത്. നീയതിനേതും മുടക്കം പറകല്ല, അയ്യൽ കളഞ്ഞ് മാതാവുമായി വാഴുക. നീ അമ്മയോടൊത്ത് ദുഃഖമൊക്കെ കളഞ്ഞ് ഇവിടെ വാഴുക എന്ന് പറയുകയാണ്. രാഘവൻ യുദ്ധം പറഞ്ഞത് കേട്ടൊരു രാഗാ ശശിമുഖി താനും അരുൾ ചെയ്തു. രാഘവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ചന്ദ്രമുഖിയായ, രാഗാ ശശിമുഖി എന്ന് പറഞ്ഞാൽ ചന്ദ്രമുഖിയായ സുന്ദരിയായ സീത പറയുകയാണ്, മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. അതായിരിക്കണം ഭാര്യ. ഭർത്താവ് എവിടെയാണോ അവിടെ ആയിരിക്കണം ഭാര്യ. സുഖദുഃഖങ്ങളിൽ ഭർത്താവിനോടൊപ്പം ചരിക്കുന്നവളാകണം ഭാര്യ. സഹധർമ്മിണി എന്നല്ലേ പറയണത്. ഭർത്താവിനോടൊപ്പം എല്ലാ ദുഃഖത്തിലും സുഖത്തിലും ഒരേപോലെ പങ്കെടുക്കുന്നവളായിരിക്കണം ഭാര്യ. അപ്പോൾ ഇവിടെ സീത പറയുകയാണ്, സീതയ്ക്ക് അയ്യോ അങ്ങനെയാണോ, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ദുഃഖിക്കുകയല്ല ചെയ്തത്. ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിലോ കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ സീത അങ്ങനെയൊന്നും ചെയ്തില്ല. സീത എന്താണ് പറഞ്ഞത്? മുന്നിൽ നടപ്പൻ വനത്തിന് ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. അങ്ങ് വനത്തിലേക്ക് പോവുകയാണോ? എങ്കിൽ ഞാനായിരിക്കും മുന്നിൽ നടക്കുക. മുന്നിൽ നടപ്പൻ, ഞാൻ മുന്നിൽ നടക്കും, എൻ്റെ പിന്നാലെ വേണം അങ്ങ് വരാനായിട്ട്. വനത്തിലേക്ക് ഞാൻ മുമ്പേ നടക്കാം, എൻ്റെ പിന്നാലെ അങ്ങ് എഴുന്നള്ളിയാൽ മതി. ഒന്നുകൊണ്ടും ഭവാൻ എന്ന് എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലെന്ന് ഭവാൻ ധരിക്കണം. അതാണ് പറയുന്നത്. ഒന്നുകൊണ്ടും എന്നെ പിരിഞ്ഞു പോകുന്നത് അങ്ങക്ക് ഉചിതമായ കാര്യമല്ല എന്നാണ് പറയുന്നത്. കാകുൽസ്ഥനം പ്രിയ വാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിയിടിനാൻ. അപ്പോൾ പ്രിയവാദിനിയും എന്നുവെച്ചാൽ പ്രിയം മാത്രം സംസാരിക്കുന്നവളും സുന്ദരിയുമായ ആ സീതയോട്
ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറയുകയാണ്. ശ്രീരാമചന്ദ്ര പ്രഭു എന്താണ് സീതാദേവിയോട് പറഞ്ഞതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.